ഹലോ ഫ്രണ്ട്സ്, ഇന്ന് രാവിലെ നമ്മൾ ഒരു പണിക്ക് പോവാണ്. പണിക്ക് പോകാന്ന് പറഞ്ഞാൽ കുറച്ച് കല്ലിറക്കാനുണ്ട്. അപ്പോൾ നമ്മൾ അങ്കമാലിയിൽ നിന്ന് നേരെ ആലുവയ്ക്കാണ് പോണത്. അപ്പോൾ എങ്ങനെയാണ് പൈസ ഉണ്ടാകുന്നതെന്ന് ഇന്ന് ഞാൻ കാണിച്ചു തരാം. എൻ്റെ കൂടെ ഒരു 4 പേരൂടെ ഉണ്ട്. ഇന്ന് കട്ട പിടിച്ച് നല്ല പണിക്ക് പോവാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ കൂടെ ഉള്ള ആൾക്കാരെ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് ഡ്രൈവർ ജനീഷ്. ബാക്കിലുള്ളവരുടെ പേരൊക്കെ എന്ന് പറഞ്ഞ് തേജൽ. ഇത് സുര. ചേട്ടൻ്റെ പേര് ശങ്കരൻ. ഓക്കെ. ഞങ്ങൾ 3 പേരും കൂടെ, ഞങ്ങൾ എത്ര 3, 4, 5 പേരും കൂടെ പണിക്ക് പോകണം രാവിലെ. അപ്പൊ നേരത്തെ പണി സൈറ്റിൽ ചെന്നിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഇതിപ്പോ നമ്മള് എത്തിയിട്ടുള്ളത് ഇപ്പൊ ഇത് ഇവിടെ കഴിഞ്ഞ് അത്താണി എത്തിയില്ല. എയർപോർട്ട് റോഡ് കഴിഞ്ഞിട്ടുണ്ട്. നെടുമ്പാശ്ശേരി അത്താണി കഴിഞ്ഞ് എയർപോർട്ട് റോഡിലാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ കണ്ടില്ലേ, ഇതാണ് നെടുമ്പാശ്ശേരി എയർപോർട്ട് റോഡ്. ആലുവയ്ക്കുള്ള വഴിയിലാണ്. ഓക്കെ, ആലുവ എത്തിയിരിക്കുകയാണ് നമ്മള്. നേരെ പണി സൈറ്റിലോട്ട് പോകണം. അതാണ് ആ ഫ്രണ്ടിൽ പോകുന്ന ചേട്ടന്റെ വീട്ടിലാണ് എടുക്കാനുള്ളത്. എടുക്കാൻ കുറെ സ്ലാബാണെന്നാ പറഞ്ഞത്. എന്തായാലും നോക്കട്ടെ. ഇതാണ് രാവിലെ നമ്മൾ പണിക്ക് വന്ന സൈറ്റാണ്. അതുകൊണ്ട് പുള്ളി നല്ല സിഗരറ്റൊക്കെ വലിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പൊ നമ്മൾ വന്ന സൈറ്റ് ഇതുകൊണ്ടില്ല. ആ കാണുന്ന വണ്ടി എന്നുള്ള കല്ല് മൊത്തം ഇറക്കാൻ വേണ്ടിയാണ് രാവിലെ വന്നത്. അപ്പം രാവിലെ അധ്വാനം വഴിയാണ് നമ്മൾ. ഓക്കെ, നോക്കട്ടെ എന്തുവാണെന്ന് അവസ്ഥ. നമുക്ക് ഇവിടെ കുറച്ച് മെറ്റോടി മണിയോട് കുമ്പറാം. കനമുള്ളതൊക്കെ ഇവിടെ ഇട്ടിടാം. ഒരു ലോറി ഒരു ഗ്യാപ്പ് ഇട്ടാൽ മതി. കനമുള്ളതൊക്കെ ഇവിടെ ഇട്ടാൽ കനമില്ലാത്തത് നമുക്ക് തിരിച്ച് അങ്ങോട്ട് കൊണ്ടുവന്നു. ഇതാണ് നമ്മൾ ഇറക്കാൻ പോകുന്ന കല്ല്. ഈ കനമുള്ള സ്ലാബാണ് നമ്മൾ ഇന്ന് ഇറക്കാൻ പോകുന്നത്. ഒരു ചേട്ടൻ മേളിൽ കയറിയിട്ടുണ്ട് ഇറക്കാൻ വേണ്ടി. ഇതാണ് നമ്മൾ ഇറക്കാൻ പോകുന്ന കല്ല്. സ്ലാബല്ല, കല്ല്. ഏകദേശം 450ഓളം കല്ലുണ്ടെന്നാണ് ഇതിനകത്ത് പറഞ്ഞത്. ഇത്രയും കല്ല് ഇന്ന് 1 മണിക്കൂർ കൊണ്ട് ഇറക്കി കൊടുക്കണം. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഓക്കെ, അവർ രണ്ടും കൂടെ പണി തുടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത എൻ്റെ ചാൻസാണ്. ഇത് കല്ല് പകുതി ഇറക്കിയിട്ടുണ്ട്. പകുതി ഇറക്കിയതിന് ശേഷം ഇങ്ങനെ വിശ്രമിക്കാൻ ഇരിക്കുകയാണ് നമ്മൾ. ഇതേ ജനീഷ് ചേട്ടൻ ആകെ 2-3 മെറ്റലിന്റെ ചെറിയ കഷ്ണം എടുത്തേ ഉള്ളൂ. ഇരിക്കുന്നുണ്ട് അടുത്താരാ സുരച്ചേട്ടന്. ഓക്കെ, എല്ലാരും എന്താണ് വിശ്രമത്തിലാണ്. ഞാനും വിശ്രമത്തിലാണ്. ആ ചേട്ടനാണ് മുതലാളി, ഓണറ്. ഓക്കെ, ആ ചേട്ടനാണ് ഞങ്ങൾക്ക് പണി പിടിച്ചു തന്നത്, മുതലാളി. ഓക്കെ, കല്ലറ. ആ അങ്ങനെ പോരട്ടെ. ആ കല്ലെട് എടുക്ക്. എടുത്ത് താഴോട്ടിട്. ആ മതി. എന്തിനു ചെയ്യ്. ഇതിന്റെ ഉള്ളിൽ 500 നോട്ട് വരെ ഇരിപ്പുണ്ടോടാ. എന്താ ജനീഷേ ഇതിന്റെ ഉള്ളിൽ 500 നോട്ട് വരെ ഇരിപ്പുണ്ടോ?
അപ്പോൾ അതേ കല്ലൊക്കെ പൊക്കി നിൽക്കുകയാണ് അതാണ്ട് കണ്ടില്ലേ. ഭയങ്കര അധ്വാനമാണ്. ആയിട്ട് കാശ് മേടിക്കും ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ. ഓക്കെ, ഇങ്ങനെ വേണം അധ്വാനിക്കാൻ. കണ്ടാ ഒട്ടിക്കത്തെ മസിലാണ് ദേ കണ്ടാ മസിൽ മാത്രം എടുത്ത് വെച്ചാൽ അസല് അപ്പൊ നമ്മൾ ഇത്രയും ലോഡ് ഇന്ന് ഇറക്കി കഴിഞ്ഞിരിക്കുകയാണ്. കണ്ടില്ലേ, കംപ്ലീറ്റ് ഞങ്ങൾ ഇറക്കി. ഇത്രയും ലോഡ് ഇന്ന് ഇറക്കിയിട്ടുണ്ട്. കണ്ടാ, ഇത്രയും കല്ല് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. ഈ വലിയ വണ്ടി 20 അടിയുടെ വണ്ടിയാണ്. അതിനകത്ത് നിന്ന് മൊത്തം കല്ല് നമ്മൾ ഇറക്കി. കണ്ടില്ലേ, അധ്വാനിക്കണം മക്കളെ, അധ്വാനിക്കണം. അപ്പോൾ ഇന്നത്തെ പണി കഴിഞ്ഞിട്ട് 1000 രൂപ കിട്ടിയിട്ടുണ്ട് പണി കാശ്. ഇത് വെച്ചിട്ടൊരു തകർപ്പുണ്ട് കേട്ടോ. 1000 രൂപ കിട്ടിയിട്ടുണ്ട് പണി കാശ്. അത്രയും കല്ലിറക്കിയതിന് 1000 രൂപ കിട്ടിയിട്ടുണ്ട്. എനിക്ക് പറഞ്ഞാൽ 2500 രൂപ കിട്ടുമെന്നും പറഞ്ഞാൽ പോയത്. എന്തായാലും നല്ല അധ്വാനമായിരുന്നു. അധ്വാനിച്ച കാശ് കിട്ടി. 2000 രൂപയെങ്കിലും കിട്ടണ്ടായിരുന്നു. 1000 രൂപ കിട്ടിയുള്ളൂ. അപ്പൊ ഇത് വെച്ച് ഇന്നത്തെ ചെലവ്. ഓക്കെ, അധ്വാനിക്കുന്ന എല്ലാ സുഹൃത്തുക്കളും എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി ഇതുപോലുള്ള വീഡിയോകളായിട്ട് വീണ്ടും ഞാൻ വരുന്നതാണ്. താങ്ക് യു. ഡ്രൈവർ ജനീഷ്. ഇതെന്തോ പേര്? തേജൽ. ഇത് ശങ്കരൻ. അത് സുരേന്ദ്രൻ. ആ, ഇന്നത്തെ പടയാളികൾ ഇവരായിരുന്നു. ഇന്നത്തെ പടയാളികൾ ഇവരായിരുന്നു. അപ്പോ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇവർക്ക് പണിയൊക്കെ